നമസ്കാരം. എത്രത്തോളം കേരള ജനത മനസ്സിലാക്കി എന്നറിയില്ല. നമ്മുടെ ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ വ്യാജ പീഡന കേസിൽ ഇരയായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്രാവശ്യം മത്സരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അദ്ദേഹം പ്രചരണമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രചരണമില്ല. ഇന്നലെ കൊട്ടിക്കലാശമായിരുന്നു. അതിലും പുള്ളിക്കാരനില്ല. പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ആ മണ്ഡലത്തിൽ അദ്ദേഹം കൊട്ടിക്കലാശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രചരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ₹1 പോലും മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. പോസ്റ്ററുകളോ ബാനറുകളോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പൊതുവേദികൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ ഇരുന്നൊരു വീഡിയോയാണ് എന്ന് പറഞ്ഞാൽ, ചാണ്ടി ഉമ്മനെ വേണം. കേരളത്തിൽ ഏതൊരു നിയമസഭാ സ്ഥാനാർത്ഥിയും ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നുവോ അതിൻ്റെ 1 മടങ്ങ് കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കേണ്ട ഒരേ ഒരാൾ കേരളത്തിൽ ചാണ്ടി ഉമ്മനാണ്. കാരണം ഒരു പ്രചരണവുമില്ലാതെ ആ കാശെടുത്ത് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറയുന്ന ആ നേതാവിന് ഇങ്ങനെയുള്ളവർ വേണം നേതാവായിരിക്കുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ വേണം നമ്മൾ വിജയിപ്പിക്കേണ്ടത്. സിമ്പിളായിട്ട് അദ്ദേഹം നിൽക്കുകയും, സിമ്പിളായിട്ട് നിൽക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ അദ്ദേഹം പിതാവിനെ പോലെ മുടി ചെയ്യാതെ എന്താ പറയുക, ഒരു സിമ്പിളായിട്ട് ഒരു നേതാവ് നിൽക്കുന്നു എന്നുള്ളത് എന്തായാലും നമുക്കത് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം അത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കട്ടെ. ആ മണ്ഡലത്തിലുള്ള ചാണ്ടി ഉമ്മൻ മത്സരിക്കുന്ന മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരും അദ്ദേഹത്തിന് തന്നെ വോട്ട് കൊടുക്കണം. അദ്ദേഹം വിജയിക്കുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ മലയാളികളുടെയും കടമ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുക, പ്രവർത്തിക്കുക. കാര്യം ₹1 പോലും അനാവശ്യ ചെലവുകൾ ഫ്ലക്സ് ബോർഡുകൾ അടിക്കാനോ മറ്റ് ബാനറുകൾ ചെയ്യുവാനോ ഒന്നും ഉപയോഗിക്കാതെ അത് സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നേതാവ് സമൂഹത്തിലുണ്ടെങ്കിൽ അവന് വേണം വോട്ട് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. കാര്യം എൽദോസ് കുന്നപ്പള്ളിക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തില്ല. വളരെയധികം നിരാശാജനകമാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടതാണ്. വിമർശിച്ചു കൊണ്ടുള്ള ശക്തമായിട്ടുള്ളൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അത് ഈ 9-ാം തീയതി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചാണ്ടി ഉമ്മനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുക. അതേപോലുള്ള നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി വൻ വിജയത്തിൽ അദ്ദേഹത്തെ എത്തിക്കട്ടെ. എല്ലാവരും ഷെയർ ചെയ്യൂ, നമ്മുടെ പേജ് ഫോളോ ചെയ്യൂ. താങ്ക് യു.